നമസ്കാരം. AJP ഗ്ലാസ് ഒന്ന് വെച്ച് കൊടുക്കും മേഡത്തിന്. 5000 രൂപയുടെ ഗ്ലാസ് ഒക്കെയാണ് AJP പിടിച്ചോണ്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇതാണ് ഷാരി രാജൻ. ഷാരി രാജൻ. ഓക്കെ ഓക്കെ വെച്ചില്ല. അപ്പൊ ഷാരി രാജൻ എന്ന് പറഞ്ഞാൽ അലിൻ ജോസ് പെരേര, അഭിലാഷ് ഷട്ടായി ഫ്രം മൂവാറ്റുപുഴ. അപ്പൊ ഞാൻ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരി, ഇപ്പോൾ ഇതുപോലെ ഇത് പറയേണ്ട പേര് ബാഗുകൾ, അതായത് പല ഡിസൈൻ ചെയ്ത് അത് കാണിച്ചു കൊടുത്തേ, ഡിസൈൻ ചെയ്ത് ഇതിപ്പോ ലേഡീസ് ബാഗ് പോലത്തെ സംഭവമാണ്. ഇപ്പൊ കുറെ ഓർഡറുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിത്രകല ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ചിത്രകല വരയ്ക്കുന്ന ഒരാളാണ്. ചിത്രകല എന്ന് പറഞ്ഞാൽ പെയിന്റിങ്. ജീവിക്കാൻ വേണ്ടി പല പല ജോലികൾ ചെയ്യുന്നു. പല പല ജോലിയല്ല, ചിത്രം അതല്ല, ഒരുപാട് പേര് നല്ല ഹൈടെക് ജോലികൾ ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മുടെ ഷാരി ചേച്ചി ഇപ്പൊ ചെയ്യുന്നത് പെയിന്റിംഗ് ആണ്. പെയിന്റിംഗ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ എത്ര രൂപയാണ് പെയിന്റിങ്ങിന്? അല്ല, അതൊക്കെ ഒരു കാര്യം പറയാം. അദ്ദേഹത്തിന്റെ പപ്പയിൽ നിന്ന് കിട്ടിയ ഒരു വരദാനമാണ് പെയിന്റിംഗ് അല്ലെ? അച്ഛനിൽ നിന്നും കിട്ടിയ നീ തിയേറ്ററിൽ ജീവിക്കണോണ്ട് അങ്ങനെ തോന്നുന്നു. പപ്പയിൽ നിന്ന് അപ്പൊ പപ്പയിൽ നിന്ന് കിട്ടിയ ഒരു അനുഗ്രഹമാണ് പെയിന്റിങ്. അപ്പൊ പെയിന്റിംഗ് കൊണ്ടു നടക്കുവാണ്. എക്സിബിഷനിൽ പങ്കെടുക്കുമ്പോൾ ഫോർട്ട് കൊച്ചിയിൽ വെച്ചൊരു അനുഭവം ഉണ്ടായിരുന്നില്ല, അന്ന് പങ്കുവയ്ക്കുക. കാരണം എന്താ അനുഭവം എന്ന് പറഞ്ഞാൽ വലിയൊരു ചിത്രം വരച്ച് അത് ഞാൻ പറയാം. അത് വലിയൊരു പടം വരച്ചിട്ടുണ്ടല്ലോ, വലിയൊരു പടം വരച്ചിട്ട് ഇത് കണ്ടന്റല്ല ജീവിത, വലിയൊരു പടം വരച്ചിട്ട് ഇത് വിറ്റുപോയി. പക്ഷെ ഇതിങ്ങനെ അഴിച്ചു പറിച്ച് ഇങ്ങനെ, അതായത് റോൾ ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ല. കാരണം എന്താന്ന് വെച്ചാൽ അവര് അങ്ങനെയാണ് ഇത് ചെയ്തു വെച്ചത്. അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കുക. അത് ഫ്രെയിം ചെയ്ത് വന്നത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല. എവിടെയെങ്കിലും ദൂരേക്കുള്ളവർക്ക് കൊടുത്തുവിടാൻ വലിയ പാടായിരുന്നു. കാരണം അതില് സ്റ്റിക്ക് ചെയ്തിട്ടായിരുന്നു പെയിന്റിങ് വെച്ചിരുന്നത്. ഇത് എവിടെയാണ് ചെയ്യിപ്പിച്ച സംഭവം? ഞാൻ തൃപ്പൂണിത്തുറ തന്നെയാണ് ചെയ്തത്. ഏതായിരുന്നു? റിയൽ ഫ്രെയിംസ്. റിയൽ ഫ്രെയിം. ഓ ശരി. എവിടെയാണ് എല്ലാ വർക്കുകളും ഇങ്ങനെ ചെയ്ത് കിട്ടുന്നത്? ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ് അവിടെ നമുക്കറിയില്ലായിരുന്നു ഇങ്ങനെ റിമൂവ് ചെയ്ത് ആ രീതിയിൽ ചെയ്യണം എന്ന് പറയാൻ നമുക്കറിയില്ലായിരുന്നു. പിന്നെ അതുപോലെ ഞാൻ കൂടുതലും ഇതുപോലെ സ്ട്രെച്ചർ ക്യാൻവാസോ പണ്ടൊക്കെ ആണെങ്കിൽ ഫ്രെയിം ചെയ്യില്ല. ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു ഷോപ്പിലൊരു ജമോളജിസ്റ്റ് ഉണ്ടായിരുന്നു. പുള്ളിക്ക് കൊടുത്തിരുന്നത് 100-200 പെയിന്റിങ്സ് ചെയ്യാൻ കൊടുത്തിരുന്നു മ്യൂറിൽ തന്നെ. അപ്പൊ അതെല്ലാം റോൾ ചെയ്തിട്ട് പുള്ളിക്ക് ഫ്രെയിം ചെയ്യേണ്ട, റോൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഈ ഫ്രെയിമിങ്ങിന്റെ കാര്യങ്ങളൊന്നും നമുക്ക് അത്ര ഡീറ്റെയിൽ അറിയില്ല ആ സമയങ്ങളിൽ. ഈ പെയിന്റിങ്സിന്റെ ഷോ പലതും നടത്തുന്നുണ്ടല്ലോ നമ്മുടെ ചേട്ടനുണ്ടല്ലോ, ഇവിടെ തൃപ്പൂണിത്തുറയുള്ള ചേട്ടനുണ്ടല്ലോ, കലേഷ് കുമാർ. ചേട്ടനെ സപ്പോർട്ട് ചെയ്യാറുണ്ടല്ലേ? ആ സാറിന്റെ കൂടെ ഞാൻ ഇവിടെ പൂർണ്ണത്രേശ്വരന്റെ അമ്പലത്തിൽ ഒരു ചിത്രകല ക്യാമ്പ് ഈ കഴിഞ്ഞ പ്രാവശ്യം. എന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്താണ്. എനിക്ക് കാക്കനാട് ഒരു ക്ഷേത്രത്തില് ഞാനും ഉണ്ടായിരുന്നു, പെരേര ഉണ്ടായിരുന്നു. ഞാൻ ഗസ്റ്റായിട്ട് പോയി ദീപം കൊളുത്തി ഒരു പ്രോഗ്രാം. ഞാൻ പ്രവീൺ ഹരിശ്രീ. പെരേര ഉണ്ടായിരുന്നു, മായ ഇടുക്കി ഉണ്ടായിരുന്നു, ബ്രൈറ്റ് ഉണ്ടായിരുന്നു, നിഷ ഇടുക്കി ഉണ്ടായിരുന്നു. നല്ലൊരു പരിപാടിയായിരുന്നു അവിടെ. ഇല്ലേ, അവർക്കുള്ളതാ പെരേര. അപ്പൊ എന്തായാലും ചേട്ടൻ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചേട്ടന്റെ കൂടെ തന്നെ ആളുകളുണ്ട് എന്തായാലും. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ചിത്രകല എന്നൊരു കഴിവ് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ തമാശക്ക് പറഞ്ഞിട്ടുണ്ട്, ബാലരമയിലും പൂമ്പാറ്റയിലേക്ക് ഇങ്ങനൊരു സംഭവം വരുവായിരുന്നല്ലോ പണ്ട്. 1, 2, 3, 4, 5, 6, 8 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആക്കിയിട്ട് മൊയലായിട്ട് മാറില്ലേ അല്ലേ? അപ്പൊ എല്ലാവരിലും ഒരു ചിത്രകല ഇഷ്ടമുള്ള ആൾക്കാരാണ്. കൊച്ചു കുട്ടികളാണെങ്കിൽ എന്താ പറഞ്ഞ കളറിങ് വേണം. അപ്പൊ എല്ലാവർക്കും ആഗ്രഹം. ഇപ്പം ചിലര് പാട്ട് പാടാനാണെന്ന് പറഞ്ഞേക്കാളും കൂടുതൽ ചിത്രം വരയ്ക്കാന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പൊ ആ ചിത്രകല ഒരു ഭംഗിയായിട്ട് ഇപ്പോഴും കൊണ്ടു കിടക്കുവാണ്. അപ്പൊ അതുപോലെ തന്നെ പല എക്സിബിഷനിലും പല ചിത്രങ്ങള് വിറ്റുപോയിട്ടുണ്ട് കേട്ടോ. ഉള്ള കാര്യം പറയാം, അതിനെ കുറിച്ച് പറയുന്നില്ല, വിറ്റുപോയിട്ടുണ്ടല്ലോ. എനിക്ക് 60,000-70,000 വരെ പോയിട്ടുണ്ട്. ഓ ശരി ശരി. കോവിഡിന്റെ സമയത്താണ് എക്സിബിഷൻസ് സ്റ്റാർട്ട് ചെയ്യണേ നമ്മുടെ കോവിഡിന്റെ ടൈമിൽ. അന്നേരം ഓഫ്ലൈൻ ആയിട്ടല്ല, ഓൺലൈൻ ആയിട്ടായിരുന്നു. ആദ്യമായിട്ട് ഞാൻ ചെയ്തത് നമ്മുടെ സിനിമയുടെ ഷീല മാഡത്തിന്റെയും കോട്ടയം സാറിന്റെ ഒപ്പം ആദ്യത്തെ എക്സിബിഷൻ. ആസിഫലി കോമസൺസ് എന്ന് പറഞ്ഞൊരു സാറിന്റെ പുള്ളിയായിരുന്നു കോർഡിനേറ്റർ. ഈ ചിത്രചന്ത എന്നൊക്കെ പറഞ്ഞിരുന്നത് ചെയ്തിരുന്നത്. അവിടെ നിന്ന് തുടങ്ങിയതാണ് എന്റെ എക്സിബിഷൻ ലൈഫ് ശരിക്കും പറഞ്ഞാൽ. അതിനു മുമ്പ് ഇങ്ങനെ ഉണ്ട്. അതിനു മുമ്പ് ഇങ്ങനെ ഷോപ്പിലേക്ക് നമ്മൾ ചെയ്തു കൊടുക്കും, ആളുകൾ പറയുന്ന അനുസരിച്ച്. പിന്നെ വൈക്കത്തൊരു ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറിന്റെ വീട്ടിലേക്ക് കുറെ വീഡിയോസ് ഉണ്ടായിരുന്നു. പിന്നെ ഫ്ലാറ്റുകൾ ഇല്ല, അങ്ങോട്ടേക്കൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുമായിരുന്നു. കെവിതം സാറിന്റെ വീട്ടിലെ റൂഫ് ഗ്ലാസ് വർക്ക് ഒരെണ്ണം ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. പിന്നെ ഇപ്പോഴാണ് ഇങ്ങനെ ഓഫ്ലൈൻ ഓൺലൈനായിട്ട് കുറെ എക്സിബിഷൻസ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ ഡേവിഡ് ഹാൾ ഫോർട്ട് കൊച്ചിയിൽ 2 എക്സിബിഷൻ കഴിഞ്ഞു.
അത് ഒരു 4000 അമ്മമാര് ചേരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു, MOK ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ. അതില് ഒരു 40ഓളം ആർട്ടിസ്റ്റുകൾ വരുന്ന ഒരു സ്ത്രീകളുടെ മാത്രം, അമ്മമാരുടെ മാത്രമായിരുന്നു എക്സിബിഷൻ. അത് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഒരു ബിയോണ്ട് ദ ക്യാൻവാസ് എന്ന് പറഞ്ഞിട്ടൊരു സിന്ധു വി ചന്ദ്രൻ എന്ന് പറഞ്ഞ ചേച്ചിയും ജ്യോതി എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചി കോർഡിനേറ്റ് ചെയ്തായിരുന്നു. അപ്പൊ അതിൽ എൻ്റെ ഒരു പെയിന്റിങ് വിറ്റുപോയി. ഞാൻ ആദ്യമായിട്ടൊരു പരീക്ഷണം നടത്തിയ ഒരു പെയിന്റിംഗ് ആയിരുന്നു, അതങ്ങ് വിറ്റുപോയി. സെലിബ്രിറ്റീസ് പെയിന്റിങ്സ് ഞാൻ കാര്യം ഇതിപ്പോ ഓർഡർ വരുന്നുണ്ടോ? സെലിബ്രിറ്റീസ് ഉണ്ട്, ഓർഡർ വരുന്നുണ്ടോ? ഇതിനെ പറ്റി ഒന്ന് പറഞ്ഞു. സെലിബ്രിറ്റീസ് വാങ്ങിയിട്ടില്ല, പക്ഷെ സെലിബ്രിറ്റീസ് ഉണ്ടായിരുന്നു. അന്ന് അർച്ചന കവി എന്ന് പറഞ്ഞ ആക്ട്രസ്.